ഇസ്ലാമിലെ ഈ രക്തബന്ധുക്കൾക്കിടയിലുള്ള വിവാഹം എന്ന വിഷയം ഒന്നാമത് പറയാനുള്ളത് കുറേ സമയം വേണം. അപ്പം നമുക്ക് ഒരു പരസ്യമല്ല, പരസ്യമായാലും കുഴപ്പമില്ല, നമ്മുടെ പത്രമെന്നല്ല, സുപ്രഭാതം പത്രത്തിൻ്റെ ആ വിശദീകരണത്തിൽ അത് കുറച്ച് സമയമെടുത്ത് പറയുന്നുണ്ട് അതിൻ്റെ മറുപടി. ഒന്നാമത്, ഇപ്പോൾ ഇസ്ലാമിൽ എന്തും തിന്നാൻ പറ്റും. ഒരു ഉദാഹരണം, എന്തും തിന്നാൻ പറ്റും. എന്തും തിന്നാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാം അനുവദിച്ചത് എന്തും തിന്നാൻ പറ്റും. അപ്പോൾ ഒരു ഷുഗർ രോഗി അല്ലെങ്കിൽ ഒരു BP തെറ്റിയ രോഗി ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ അയാളോട് പറയുകയാണ്, നിങ്ങൾ ഇത്ര പഞ്ചസാര ഉപയോഗിച്ചാൽ ഇനിയും ഈ അരിയും കാര്യങ്ങളും തന്നെ തിന്നാൽ നിങ്ങൾക്ക് മോശമാണ്, ഹാർട്ടിന് മോശമാണ് എന്നൊരു ഡോക്ടർ പറഞ്ഞ് ഇയാൾക്കത് ഏകദേശം അത് ബോധ്യപ്പെടുകയാണെങ്കിൽ ആ ആളുടെ ഇസ്ലാം എന്താണ്? ആ പഞ്ചസാര കഴിക്കാതിരിക്കലാണ്. ഞാനിത് പറഞ്ഞത് രക്തബന്ധുക്കൾക്കിടയിലുള്ള വിവാഹം, ഇപ്പോൾ കോൺസാങ്കിനിയസ് മാരേജ് നടത്തുകയാണെങ്കിൽ അത് സെയിം ജീനുകൾ തമ്മിലുള്ള വിവാഹം ഒരുപക്ഷെ അതിൻ്റെ ഇടയിലൂടെ സംഭവിക്കാം. അപ്പോൾ അത് ചില ജനിതകമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില രോഗങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു കുഴപ്പമായി പറയുന്നത്. ഓൾറെഡി ഈ വിവാഹത്തിന് തൽപരരായ രണ്ടാളുകൾ ബ്ലഡ് ചെക്ക് ചെയ്ത് അതിൻ്റെ സാധ്യത ഡോക്ടർ പറയുകയാണെങ്കിൽ അവിടെയുള്ള ഇസ്ലാം എന്താണ്? ആ കല്യാണത്തിന് പോവാതിരിക്കലാണ്, ആ കല്യാണത്തിന് അങ്ങനെ ഒരു കല്യാണം നടത്താതിരിക്കലാണ്. ഇന്ന ഭക്ഷണം നിങ്ങൾക്ക് ആരോഗ്യത്തിന് ഹാനികരമാണെന്നുള്ള ഒരു ഭൗതികമായ ധാരണ നമുക്കുണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിക്കാതിരിക്കലാണ് അവിടെയുള്ള ഇസ്ലാം. നാശത്തിൽ കൈയിടാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ, അതേപോലെ ഈ ഫസ്റ്റ് സ്റ്റേജ് റിലേറ്റീവ്സ് തമ്മിലുള്ള കല്യാണം രണ്ടുപേര് നടത്തുകയാണെങ്കിൽ ആ വിവാഹം മുഖേന ജനിതകമായ രോഗമുണ്ടാവുകയാണെങ്കിൽ അവിടെയുള്ള ഇസ്ലാം എന്ത് തന്നെയാണ്? ആ കല്യാണത്തിന് നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ എന്നാലും ഇസ്ലാമിൽ ഈ വിഷയം ഇങ്ങനെയാണ് അവർ പറയാറുള്ളത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കൾ ഇൻസെസ്റ്റ് ചെയ്താലല്ലേ, അല്ലെങ്കിൽ അവർക്കിടയിൽ രക്തബന്ധുക്കൾക്കിടയിൽ വിവാഹം നടന്നാലല്ലേ നാഗരികത ബാക്കിയാവൂ എന്നുള്ളതാണ്. അവിടെ ഇസ്ലാമികമായ വിശ്വാസപ്രകാരം ഒന്ന്, ഇങ്ങനെ ഒരു കോൺസാങ്ക്വിനിയസ് മാരേജ് സംഭവിച്ചാൽ, ഇൻസെസ്റ്റ് സംഭവിച്ചാൽ അവിടെ ജനിതകമായ രോഗം വരും എന്നുള്ളത് ഒരു തീർച്ചയുള്ള കാര്യമല്ല. കാരണം ഇസ്ലാമിക വിശ്വാസമാണ് നമ്മൾ പറയുന്നത്, അല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ ഫൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ. ആയത്തിന്റെ തുടക്കത്തിൽ എന്തോ ഒരു വാക്ക് മാറിയോ? അല്ലദീ ഹുവ എന്നല്ലേ, വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ ഫൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ. അവനാണ് നമുക്ക് ഭക്ഷണം തരുന്നത്, അവനാണ് നമ്മളെ രോഗിയാക്കുന്നത്, അവനാണ് രോഗം വന്നാൽ രോഗം മാറ്റുന്നത്. അപ്പം ഇങ്ങനെ ഇസ്ലാമികമായ വിശ്വാസപ്രകാരം ഈ കല്യാണം നടന്നവർക്കിടയിൽ ജനിതകമായ രോഗം വരുമെന്നുള്ളത് മുസ്ലിങ്ങൾ വസ്തുനിഷ്ഠമായി അംഗീകരിക്കുന്ന വിശ്വാസപരമായ ഒരു തീർച്ചയല്ല. ഇനി അങ്ങനെ കാര്യകാരണ ബന്ധങ്ങൾക്കനുസരിച്ച് അങ്ങനെ വരുന്നുണ്ടല്ലോ പൊതുവെ എന്ന് പറഞ്ഞാൽ, അള്ളാഹു അങ്ങനെ ഒരു നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളെ കാരണമാക്കുന്ന അള്ളാഹുവിന് അങ്ങനെ ഒരു കാരണം അല്ലാതെയാക്കുവാനും പറ്റും. അത് മനസ്സിലായില്ല. ഇപ്പൊ ഈ ജനിതകമായ കല്യാണം അല്ല, രക്തബന്ധുക്കൾക്കിടയിൽ കല്യാണം കഴിച്ചാൽ രോഗം ഉണ്ടാക്കുന്നവനാരാ? അള്ളാഹുവാണ്. എങ്കിൽ ആ രോഗം ഇല്ലാതാക്കുന്നവനും അല്ലെങ്കിൽ ആ രോഗം വരുമെന്നുള്ള അവസ്ഥ ഇല്ലാതാക്കുന്നതും ആ ഒരു ഘടകത്തെ കാരണമാക്കാതിരിക്കുന്നതും ആര് തന്നെയാണ്? അള്ളാഹു തന്നെയാണ്. അങ്ങനെയാണ് അതിനെ ഇസ്ലാമികമായി വായിക്കേണ്ടത്. മറ്റൊന്ന്, അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ കല്യാണം നടത്തണം എന്ന് പറഞ്ഞിട്ടില്ല. നടത്താം എന്ന് ജവാസ് എന്ന് പറയും, അതേസമയം നിർബന്ധമല്ല. എന്തിന് ജവാസായി ബാക്കി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, അടിമത്തത്തിന്റെ കഥ പറഞ്ഞതുപോലെ ഭാവിയിൽ ഒരുപക്ഷെ നാഗരികതകൾക്ക് നിലനിൽക്കാൻ ഏത് സാഹചര്യം ആവശ്യമായി വന്നേക്കാം. ഇത്തരം ആളുകൾ തമ്മിലുള്ള വിവാഹം നടക്കൽ ആവശ്യമായേക്കാം. ഞാൻ നേരത്തെ ലോകമഹായുദ്ധങ്ങളുടെ കഥ പറഞ്ഞു. ഭൗതികവാദത്തിന് ചരിത്രമോ ഭാവിയോ മാനിക്കേണ്ട കാര്യമില്ല, വർത്തമാനമേ അവർ നോക്കാറുള്ളൂ. പക്ഷെ ഭാവിയിൽ ഏതെങ്കിലും ഒരു ലോകക്രമത്തിൽ ഏതെങ്കിലും ഒരു നാഗരികതയ്ക്ക് ഏതെങ്കിലും ഒരു ഗോത്രത്തിന് നിലനിൽക്കണമെങ്കിൽ രക്തബന്ധുക്കൾക്കിടയിൽ കല്യാണം കഴിക്കൽ ആവശ്യമാണെന്ന് വന്നേക്കാം. ആ സാഹചര്യത്തിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ ഈ നിയമമല്ലാതെ ഒന്നും ഉണ്ടാവുകയില്ല. ഇസ്ലാമികമായി ഇങ്ങനെ പല മറുപടിയുണ്ട്. ഇനി ഇത് പറയാൻ അവർക്ക് പറ്റുമോ എന്ന് കൂടി നമുക്ക് ആലോചിക്കാം. അവരുടെ അഭിപ്രായ പ്രകാരം ഈ ലോകം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ഒരു സൃഷ്ടാവിൻ്റെ ഇടപെടൽ മുഖേനയല്ല,
മറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. അവർ തന്നെ പറയുന്നു നാച്ചുറൽ സെലക്ഷനും ജീൻ മ്യൂട്ടേഷനുമാണ്. നാച്ചുറൽ സെലക്ഷൻ ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ജീൻ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ 8000 കൊല്ലം മുമ്പുള്ള ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ അവസ്ഥയാകണമെന്നില്ല. അവരുടെ വാദപ്രകാരം തന്നെ ഇന്നുള്ള മനുഷ്യന്റെ മെറ്റബോളിക് ഘടന സൂക്ഷ്മമായ മാറ്റങ്ങൾ ഉണ്ടാവാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടങ്ങളിലുള്ള ഇമ്മ്യൂണിറ്റി ആവണമെന്നില്ല ഇക്കാലഘട്ടത്തിലുള്ള ഇമ്മ്യൂണിറ്റി. സ്വാഭാവികമായി ഇന്നങ്ങനെ ഒരു രോഗമുണ്ട് അല്ലെങ്കിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് വൈദ്യശാസ്ത്രം പറയുകയാണെങ്കിൽ തന്നെ അക്കാലത്ത് അങ്ങനെ ഉണ്ടാകണമെന്നുള്ള ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു ധാരണ ഈ ജീൻ മ്യൂട്ടേഷൻ സങ്കല്പപ്രകാരം ഉണ്ടാവില്ല. ഞാൻ ചുരുക്കി പറയുകയാണ്, പല ന്യായങ്ങളിലൂടെ വെച്ച് നോക്കാം. അങ്ങനെയാവുമ്പോൾ സ്വാഭാവികമായി ഇവർ പറയുന്നത് പോലെ ഒരു കുഴപ്പം അവിടെ ഇല്ല. ഇനി ഇവരുടെ തന്നെ സമ്മേളനം കോഴിക്കോട് നടന്നപ്പോൾ അവരുടെ ഒരു മനുപ്രസാദ് എന്ന പ്രഭാഷകൻ പറഞ്ഞത് കൺസെന്റ് ഉണ്ടെങ്കിൽ, ഉഭയകക്ഷി സമ്മതം ഉണ്ടെങ്കിൽ മാതാവിനെ തന്നെ ഭോഗിക്കുന്നതിനും ബന്ധം ഉണ്ടാകുന്നതിനും കുഴപ്പമില്ല എന്നാണ്. പിന്നെ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ലിബറൽസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കൾച്ചർ മുന്നോട്ട് വെക്കുന്ന നമ്മുടെ പറയേണ്ട യാതൊരു കാര്യമില്ലെങ്കിൽ കൂടി പറയാം, ഈ രക്തബന്ധുക്കൾക്കിടയിലുള്ള ലൈംഗികതയും സെക്സും പോണും തന്നെയാണ് ഇന്ന് ലോകത്തേറ്റവും ലാഭകരമായ വ്യവസായമായി അവരൊക്കെ ആഘോഷിക്കുന്നത്. അപ്പോൾ അവരുടെ വേദിയിൽ അവരത് ചെയ്യുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു, സമ്മതമാണെന്ന് പ്രത്യയശാസ്ത്രമായിട്ട് പറയുന്നു. ഇസ്ലാം ആവട്ടെ രോഗം വരുമെന്നുള്ള നിശ്ചയമുണ്ടെങ്കിൽ ചെയ്യരുത് എന്നുള്ളതാണ് ഇസ്ലാം. ഭാവിയിൽ ആവശ്യമാണെങ്കിൽ ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് അവിടെ ഹറാമാക്കാതെ ജായിസായി നിലനിർത്തി. മനുഷ്യനാഗരികത അങ്ങനെ ചെയ്താൽ അല്ലാതെ ബാക്കിയാവില്ല എന്നൊരു സ്റ്റേജിൽ അങ്ങനെ ഒരുപക്ഷെ ആദം നബിയുടെ കാലത്ത് ഉണ്ടായേക്കാം. അങ്ങനെ ഉണ്ടായി എന്ന് ഖുർആനിലോ ഹദീസിലോ ഇല്ലതാനും ബുദ്ധിപരമായൊരു സാധ്യത മാത്രമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇന്നുണ്ടാവുന്ന കുഴപ്പം അന്നുണ്ടാവണമെന്നില്ല. ജീൻ മ്യൂട്ടേഷനൊക്കെ അവരുടെ വാദപ്രകാരം തന്നെ സംഭവിച്ചിട്ടുണ്ടായേക്കാം. പിന്നെ അവിടെ മറ്റേ ഒരാൾ എന്തോ പറഞ്ഞു, നമ്മുടെ ഈ ഇസ്ലാമും സ്ത്രീയും തമ്മിലുള്ള ഒരു കാര്യം പറയുമ്പോൾ ഞാൻ ഒറ്റൊരു കാര്യം മാത്രമേ ഉദാഹരിക്കാം. പൊതുവെ പറയുന്നത് നമ്മൾ പറയുന്നില്ല. ഈ കുടുംബശ്രീയുടെ ഒരു വിഷയമുണ്ടല്ലോ, മുസ്ലിങ്ങളിലെ സ്ത്രീകൾക്ക് ആണുങ്ങളുടെ അത്ര സ്വത്തില്ല, അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഈ ചർച്ചയുള്ളത്. പക്ഷെ നമ്മളവിടെ ആധികാരികമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. 34 സന്ദർഭങ്ങളിൽ നമ്മൾ തിരിച്ചു ആലോചിക്കുക, 34 സന്ദർഭങ്ങളിലാണ് ഇസ്ലാമികമായ അനന്തരാവകാശത്തിൽ സ്ത്രീയും പുരുഷനും ഒത്തുവരുന്നത്. ഈ 34 സന്ദർഭത്തിൽ ആർക്കാണ് കൂടുതൽ കിട്ടുന്നതെന്നും കൂടി നമ്മൾ നോക്കണമല്ലോ. 4 സന്ദർഭത്തിൽ ആണിന്റെ പകുതിയാണ് പെണ്ണിന്. 11 സന്ദർഭത്തിൽ ആണിനും പെണ്ണിനും ഒരുപോലെയാണ്. 14 സന്ദർഭത്തിൽ പെണ്ണിന് ആണിനേക്കാൾ കൂടുതലാണ്. 5 സന്ദർഭത്തിൽ പെണ്ണിന് മാത്രം അനന്തര സ്വത്ത് കിട്ടും, ആണിന് സ്വത്തില്ല. ഇതാണ് ഇസ്ലാമിന്റെ ദായക്രമത്തിലുള്ളത്. എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും നേരിട്ട് മുബായനത്ത് വേഴ്സ് വരുന്നിടത്ത് ആണിന്റെ പകുതിയെ പെണ്ണിന് കിട്ടും. ഒരു കൂട്ടത്തിൽ ആണും പെണ്ണും ഒരുമിക്കുകയാണെങ്കിൽ അതാണ് ഈ 34 സന്ദർഭം. ആ 34 സന്ദർഭത്തിൽ ഇത് മുൻനിർത്തിയിട്ടാണ് പുതിയ ചർച്ച, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ആ 34 സന്ദർഭത്തിൽ 11 സന്ദർഭത്തിൽ ആണും പെണ്ണും ഒരുപോലെ, 14 സന്ദർഭത്തിൽ ആണിനേക്കാൾ കൂടുതൽ പെണ്ണിന്, 5 സന്ദർഭത്തിൽ ആണിന് കിട്ടുന്നേയില്ല. എങ്കിലും പൊതുവെ ഇസ്ലാമിന്റെ നിയമം ഇത് തന്നെയാണ്. എന്ത് അടിസ്ഥാന നിയമം ഇതാണ്, സ്ത്രീയുടെ ഇരട്ടി പുരുഷന് കിട്ടും. അതിന്റെ ന്യായം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്വത്തിന്റെയും കടമയുടെയും അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു നിയമം വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനന്തരാവകാശം എന്നുള്ളത് അനന്തരാവകാശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമമല്ല, വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട നിയമമാണ്. ഇസ്ലാമിലെ വിവാഹം ഇസ്ലാമിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട നിയമമാണ്. അപ്പൊ പുരുഷനാണ് കൂടുതൽ അതിന്റെ ഉത്തരവാദിത്വം ഉള്ളത്. പുരുഷൻ സ്ത്രീ ഉപജീവനം അല്ലെങ്കിൽ തിന്നാനും ഉടുക്കാനും അണിയാനും കൊടുക്കേണ്ട ആളുകളെക്കാൾ അതിൻ്റെ ഇരട്ടി പുരുഷൻ ഉത്തരവാദിത്വം വരുന്നതുകൊണ്ടാണ് പുരുഷന് സ്ത്രീയുടെ ഇരട്ടി കിട്ടിയത് അനന്തരാവകാശവുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ പൊതുവെ പറഞ്ഞാൽ ഇസ്ലാമിൽ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം, സ്ത്രീയും പുരുഷനും 2 അനിവാര്യതകളാണ്. ഈ പൊതുബോധമുണ്ടാക്കിയ കൃത്രിമമായ ബൈനറിയാണ് പുരുഷനാണോ വലുത് മേലെ, സ്ത്രീയാണോ വലുത് മീതെ താഴെ എന്നുള്ള ബൈനറി. ഇസ്ലാം പറയുന്നത് ഇത് രണ്ടും കൂടിയാലേ ഒരു മനുഷ്യ ജീവിതം സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ്. പുരുഷന് പുരുഷൻ്റെതായ തൊഴിലുകളും ഉത്തരവാദിത്തങ്ങളും ജീവിതങ്ങളും,
സ്ത്രീക്ക് സ്ത്രീയുടേതായ തൊഴിലുകളും ഉത്തരവാദിത്തങ്ങളും ജീവിതങ്ങളും. വല്ലൈലി ഇദാ യഗ്ഷ വന്നഹാരി ഇദാ തജല്ല വമാ ഖലഖൽ ദക്കറ വൽ ഉൻസ. ആണുങ്ങളും പെണ്ണുങ്ങളും എന്ന ഡൈമോർഫിക് ആയിട്ടാണ് മനുഷ്യ സമൂഹത്തെ സംവിധാനിച്ചത്. അതുകൊണ്ട് സത്യം. എന്നിട്ട് ഖുർആൻ പറയുകയാണ്, ഇന്ന സഅയകും ലശത്ത. സ്ത്രീകളെ, നിങ്ങളുടെ സാമൂഹിക ജീവിതവും സന്ധാരണവും ഒന്ന് വേറെയാണ്. പുരുഷന്മാരെ, നിങ്ങളുടേത് ഒന്ന് വേറെയാണ്. ഈ സ്ത്രീയും പുരുഷനും കൂടിച്ചേരുമ്പോഴാണ് മനുഷ്യൻ എന്ന് പറയുന്ന പൂർണ്ണത ഉണ്ടാവുന്നത്. സ്വാഭാവികമായി ആണുങ്ങൾ ചെയ്യുന്ന എല്ലാം പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, പെണ്ണുങ്ങൾ ചെയ്യുന്ന എല്ലാം ആണുങ്ങൾക്കും ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു കാര്യം കൂടി നോക്കണം. ഇവിടെ ആണുങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. സഭാകമ്പം ആണുങ്ങൾക്കാണ് കുറവ്. വൈകാരികമായ വിഷയങ്ങളെ സ്ത്രീകളെക്കാൾ കൂടുതൽ കരുത്തോടെ നേരിടാൻ സാധിക്കുക പുരുഷന്മാർക്കാണ്. ഇതിനെ എതിർക്കുന്ന ഏതെങ്കിലും ഒരു ഫെമിനിസ്റ്റിനോ അല്ലെങ്കിൽ ഇതിനെതിരെ ഏതെങ്കിലും വാദഗതി ഉന്നയിക്കുന്ന ആളുകൾക്കോ ഒരിക്കലും പറയാൻ കഴിയില്ല. ഇതിനൊരു നാടൻ ഉദാഹരണം പറയാറുണ്ട്. ഒരു ആണും പെണ്ണും പ്രേമിച്ചാൽ, സ്നേഹിച്ചാൽ, ഇത് അവരുടെ വേദിയിൽ ഒരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു, ആരും അതിനെ ഖണ്ഡിച്ചിട്ടില്ല. സ്നേഹിച്ചാൽ 2 കൊല്ലം ആ ബന്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ ആരാണ് കൂടുതൽ ബ്ലോക്ക് ചെയ്യുക വാട്സപ്പ് എന്ന് ഞാൻ വെറുതെ തമാശക്ക് ചോദിച്ചതാണ്. അത് പെണ്ണുങ്ങളായിരിക്കും, സ്ത്രീയായിരിക്കും. കാരണം ഇമോഷണലി, വൈകാരികമായി പെട്ടെന്ന് ദേഷ്യം വരിക അവർക്കാണ്, പെട്ടെന്ന് സങ്കടം വരിക അവർക്കാണ്, എടുത്തു ചാടി തീരുമാനമെടുക്കുക അവരാണ്, പെട്ടെന്ന് കരയുക അവരാണ്. അപ്പൊ ബ്ലോക്കുന്നു, അൺബ്ലോക്കുന്നു, ഇണങ്ങുന്നു, പിണങ്ങുന്നു. ഇതൊരു ഇമോഷണലി അവർ പുരുഷന്മാരുടെ അത്ര വരാത്തത് പ്രകൃതിദത്തമായി, പ്രകൃതിപരമായി അങ്ങനെ ആയതുകൊണ്ടാണ്. സ്വാഭാവികമായി സ്ത്രീകളും ആത്യന്തികമായി അവരുടെ വിഷയങ്ങൾ ഒരു തിരിച്ചടിയുടെയും പ്രതിസന്ധിയുടെയും ഘട്ടത്തിൽ കൂടെ ഒരു ആൺ തുണയുണ്ടെങ്കിൽ ആണിനെ ഏൽപ്പിക്കും. നിങ്ങൾ നോക്കൂ, ഏതെങ്കിലും ബസ്സിൽ പുരുഷന്മാർക്ക് റിസർവ്ഡ് സീറ്റ് ഉണ്ടോ? സ്ത്രീകൾക്കുണ്ട്. ആ ബസ് ആരാണ് ഇവിടെ ഇറക്കുന്നത്? മുസ്ലിം ഭരണകൂടമാണോ സെക്യുലർ ഭരണകൂടമാണോ? ഏതെങ്കിലും ട്രെയിനിൽ സ്ത്രീകൾക്ക് ലേഡീസ് കമ്പാർട്ട്മെന്റ് ഉണ്ട്, മെയിൽ കമ്പാർട്ട്മെന്റ് ഇല്ല. ലേഡീസിന് മാത്രം എന്തുകൊണ്ടാണ് കമ്പാർട്ട്മെന്റ് ഉണ്ടായത്? ലേഡീസ് ഹോസ്റ്റലുണ്ട്, അല്ലെങ്കിൽ ഷീ ടാക്സികളുണ്ട്. മെയിൽ ടാക്സി അല്ലെങ്കിൽ ഹീ ടാക്സി എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയില്ല. ലോകത്തെ ഏറ്റവും വലിയ ഇത്തരം കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന ഒരു ഫോബ്സ് മാഗസിൻ, അതിൽ ലോകത്തെ ഏറ്റവും പ്രചോദകയായ സ്ത്രീ ആരാണ് എന്നുള്ള സർവേ നടക്കാറുണ്ട്. ഒരിക്കൽ ഇന്ത്യയിലെ സോണിയാഗാന്ധി 1ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. പക്ഷെ നാളിതുവരെയായി ഏറ്റവും വലിയ പുരുഷ പ്രചോദകൻ ഇന്നയാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർവേ നടക്കാറില്ല. കാരണം പുരുഷൻ ഓൾറെഡി പ്രചോദിതനാണ്, അതിൻ്റെ വിനയാണ് സമൂഹത്തിലുള്ളത്. കുറച്ച് പ്രചോദിത അല്ലാത്തത്, ഒരു ഒന്നുകൂടി ഇൻട്രവേർട്ടായിട്ടുള്ളത് സ്ത്രീയാണ്. അപ്പൊ അവിടെ ആരാണ് കൂടുതൽ സാമൂഹികമായി ഔട്ട്കം ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ആ സർവേ നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സ്ത്രീ ഇമോഷണലി പുരുഷന്റെ അത്ര ബലമില്ലാത്തവളാണെന്നും സ്ത്രീക്ക് പ്രതിസന്ധി ഘട്ടത്തിൽ പുരുഷന്റെ അത്ര കായബലമില്ലെന്നും ശാരീരികമായിട്ട് തന്നെ കരുത്തില്ലെന്നുമുള്ളത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടല്ല, ഇസ്ലാമിക വിരുദ്ധരും ലോകത്തെ എല്ലാവരും മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം ഖിവാമ എന്ന് പറയുന്ന ഒരു സങ്കല്പം മുന്നോട്ട് വെക്കുന്നത്. അർരിജാല് ഖവ്വാമൂന അലൻ നിസാ. ഇത്തരം കുടുംബപരമായ പൊതുവിഷയങ്ങളിൽ സ്ത്രീകളുടെ കാര്യങ്ങൾക്ക് കർത്തൃത്വം വഹിക്കേണ്ടത് പുരുഷന്മാരാണ് എന്നുള്ളൊരു വിഷയം മുന്നോട്ട് വെക്കുന്നത്. ശാരീരികമായി ഞാൻ ദീർഘിപ്പിക്കുകയില്ല, ഒരു കാര്യം കൂടി പറയട്ടെ. ശാരീരികമായി നമ്മളിത് പറയുമ്പോൾ നമ്മളൊരു കളിയുടെ ഇവിടെ ഉദാഹരിച്ചു. ഒളിമ്പിക്സ് മാത്രം നിങ്ങൾ കൊണ്ടുവച്ച് നോക്കൂ. ഇവിടെ ഏതെങ്കിലും ഇത് കേൾക്കുന്നവരോ മറ്റോ ഉണ്ടെങ്കിൽ കൂടുതൽ അവർക്ക് കൺവിൻസിങ് അതായിരിക്കും. 100 മീറ്ററിൽ ആരാണോ വേഗതയിൽ ഓടുന്നത്, ഈ ആളല്ലേ താരറാണിയും അല്ലെങ്കിൽ സ്പ്രിന്റ് രാജാവും റാണിയും. ഇപ്പൊ പുരുഷന്മാരിൽ 100 മീറ്റർ ഓടി മറികടക്കുന്നത് 9.5 സംതിങ് ഒക്കെ സെക്കൻഡിലാണ്. പുതിയ ആളാരെന്ന് എനിക്ക് ഓർമ്മയില്ല, നമ്മളൊക്കെ ശ്രദ്ധിക്കുന്ന കാലത്ത് ഉസൈർ ബോൾട്ടായിരുന്നു. 9.5 സംതിങ് സെക്കൻഡ് കൊണ്ട് ബോൾട്ട് ഓടി മറുകരയെത്തും. അന്ന് ബോൾട്ടിന്റെ കൂടെ കുറെ ആളുകൾ ഓടും, യുഹാൻ ബ്ലാക്ക്, ഗാറ്റ്ലി എന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാർ. അതിൽ 10ാം സ്ഥാനത്ത് എത്തുന്ന ആള് ഓടിത്തീർക്കുക ഏകദേശം 9.8 സംതിങ് ഒക്കെ സെക്കൻഡിലാണ്. 2.5 അല്ലെങ്കിൽ 3 സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് 1ാം സ്ഥാനവും. 2.5-3 സെക്കൻഡ് മാത്രമല്ല, ചിലപ്പോൾ 1 സെക്കൻഡിന്റെ 10-1 അംശം കൊണ്ടൊക്കെ ആയിരിക്കും പൊന്ന് വെള്ളിയും വെള്ളി വെങ്കലും ഒക്കെ ആയി പോവുക.
അപ്പൊ അത്തരം ഒരു മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടുന്നത് 9.5 സംതിങ് ആണ് ആണുങ്ങൾ ഓടുമ്പോൾ. 10ാം സ്ഥാനം കിട്ടുന്നത് 9.8 സംതിങ്ങിലാണ്. ഇനി അതേ ഒളിമ്പിക്സിൽ ഒരു സ്ത്രീ ഓടിയിട്ട് 1ാം സ്ഥാനം എത്ര സെക്കൻഡിലാന്ന് ആലോചിക്കണം. വസ്തുനിഷ്ഠമായി കണക്ക് പരിശോധിക്കുക. സ്ത്രീക്ക് 1ാം സ്ഥാനം കിട്ടുന്നത് പുരുഷന്റെ 5ാം സ്ഥാനം മുതൽ 10ാം സ്ഥാനം വരെയുള്ളതിന്റെ ഇടയിലാണ്. അപ്പോ പുരുഷൻ ഓടിയിട്ട് 5ാമതോ 10ാമതോ എത്തുന്ന ഒരു കക്ഷി പെണ്ണുങ്ങളുടെ കൂടെ ഓടിയിരുന്നുവെങ്കിൽ ആ കണക്ക് പ്രകാരം, ഒരു ഹൈപ്പോത്തിസിസ് ആണ്, ആ കണക്ക് പ്രകാരം 1ാം സ്ഥാനം കിട്ടിയേനെ. പുരുഷന്റെ HP പരിശോധിച്ചാൽ നോർമൽ വാല്യൂ 9 to 12 ആണെങ്കിൽ, അക്കുറത്ത് എനിക്ക് ഓർമ്മയില്ല, പെണ്ണിൻ്റെത് 8.11 ആയിരിക്കും, 8 to 11 ആയിരിക്കും, കുറച്ച് താഴെയാണ്. മെറ്റബോളിക്കലി ആണിന്റെ അത്ര വരുന്നില്ല. ശരീരസ്രവത്തിന്റെ കാര്യമായാലും, അല്ലെങ്കിൽ അത് മാനസികമായ വിഷയമാണെങ്കിലും, ശാരീരികമായ കരുത്താണെങ്കിലും, ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ നാച്ചുറലി ഇവിടെ ഉണ്ടായിരിക്കെയാണ് സ്ത്രീ പുരുഷനേക്കാൾ താഴെയല്ല. ഇന്ന സഴിയക്കും ലക്ഷത്ത, അവൾക്ക് അവളുടേതായ ഒരു മേഖലയുണ്ട്, സ്ത്രീപക്ഷ ബദലുണ്ട് എന്ന് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. പുരുഷന് പുരുഷൻ്റെതായ ലോകമുണ്ടെന്ന് പറയുന്നത്. പക്ഷെ ആണും പെണ്ണും കൂടി ഒരു സാമൂഹിക ജീവിതം നയിക്കുമ്പോൾ, കുടുംബം പുലർത്തുമ്പോൾ അവിടെ കൂടുതൽ കരുത്ത് പുരുഷനായത് കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഓട് പൊട്ടിച്ചൊരു കള്ളം വരികയാണെങ്കിൽ ടോർച്ചടിച്ച് ആരടാന്ന് ചോദിക്കുന്നത് നാച്ചുറലി ആണായതുകൊണ്ട് ആണിനോട് പറഞ്ഞു, അർരിജാല് കവ്വാമൂന അലന്നിസ, ആണുങ്ങളെ നിങ്ങളത്തരം കാര്യം മുൻകൈയെടുത്ത് നോക്കണം എന്ന് പറഞ്ഞതും ഒരു ഷീ ഫേവറായ നറേറ്റീവാണ്. അപ്പോൾ ആണോ പെണ്ണോ ഇസ്ലാമിൽ മുന്തിയത് എന്നുള്ള ചർച്ച ഒരു ഫാലസിയാണ്. ആണ് പെണ്ണിനേക്കാളും മുന്തിയിട്ടില്ല, പെണ്ണ് ആണിനേക്കാളും മുന്തിയിട്ടില്ല. ഈ ഒരു ധർമ്മങ്ങളാണ് നാച്ചുറലിയുള്ള സവിശേഷതകളെ, പ്രകൃതിപരമായ സവിശേഷതകളെ ഇസ്ലാം മാനിച്ചു എന്ന് മാത്രം. പിന്നെ ലാസ്റ്റ് നമുക്ക് സമയമില്ല. ഏറ്റവും ലാസ്റ്റായിട്ട് ഇസ്ലാമും ശാസ്ത്രം എന്നുള്ളൊരു ഭാഗം പറഞ്ഞു. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ഇസ്ലാമിൽ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുണ്ട്, അതിനുവേണ്ടി ജീവാർപ്പണം ചെയ്ത ആൾക്കാർ വരെയുണ്ട്, അങ്ങനെ പിന്നെ നമ്മുടെ ഈ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, ആദ്യത്തെ വൈമാനിക സഞ്ചാരം നടത്താൻ അബ്ബാസ് ബിൻ ഫർസാനെയൊക്കെ പ്രേരിപ്പിച്ചത് ആകാശഭൂമികളിൽ പക്ഷങ്ങളില്ലാതെ പറവകളെ പറത്തി എന്ന ഖുർആന്റെ വചനവും ആകാശഭൂമികൾ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി എന്ന വചനവും അദ്ദേഹം രണ്ടും കൂടി ജമ്മ ചെയ്തപ്പോൾ പക്ഷികൾക്ക് പോലും പറക്കാമെങ്കിൽ മനുഷ്യൻ എന്തുകൊണ്ട് പറന്നില്ല എന്നുള്ള ആലോചനയാണ്. അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് നമ്മുടെ പര്യവേക്ഷണങ്ങൾ. പിന്നെ ഈ ഇബ്നു ഹൈസമിനെയൊക്കെ UN പോലും അംഗീകരിച്ചു. പക്ഷെ നമ്മളവിടെ എന്തുകൊണ്ടാണ് ഇസ്ലാം തെളിയിക്കാൻ ശാസ്ത്രത്തെ ഉപയോഗിക്കാത്തത് എന്ന് ചോദിച്ചാൽ, ഭൗതികമായ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്ന വ്യവസ്ഥാപിതമായ ഒരു പഠനശാഖയാണ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി അബൌട്ട് ദി നാച്ചർ ഓഫ് ദി മെറ്റീരിയൽ വേൾഡ്. അതാണ് സയൻസിന്റെ തന്നെ നിർവചനം. മെറ്റീരിയൽ വേൾഡിനെ കുറിച്ച് സയൻസ് പറയുകയുള്ളൂ. അല്ലെങ്കിൽ സ്ട്രഗിൾ ഫോർ ബെറ്റർ ലൈഫ്. 10 മിനിറ്റ് കൊണ്ട്, 1 മണിക്കൂർ കൊണ്ട് കോഴിക്കോട് എത്തിയിരുന്ന സ്ഥാനത്ത് 10 മിനിറ്റ് കൊണ്ട് എത്താൻ എഞ്ചിന് എത്ര CC വർദ്ധിപ്പിക്കണം, ഇതാണ് സയൻസ് പറയുകയുള്ളൂ. മെറ്റീരിയൽ വേൾഡിന്റെ അപ്പുറത്തേക്കുള്ള ചിന്ത സയൻസിനില്ല. മതമാകട്ടെ മെറ്റീരിയലുമുണ്ട്, ഇമ്മെറ്റീരിയലുമുണ്ട്, ഭൗതികവുമുണ്ട്, അഭൗതികവുമുണ്ട്. സ്വാഭാവികമായി ഫിസിക്സിന്റെ പരിധി കഴിയുന്നിടത്താണ് മെറ്റാഫിസിക്സ്. നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങൾ, അള്ളാഹു, മലക്ക്, സ്വർഗം, നരകം, ആത്മാവ്, ഒരു പക്ഷേ ബുദ്ധിയൊക്കെ തന്നെയും അതൊന്നും ഈ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് നിർവചിക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ അവരെന്ത് പറഞ്ഞത്, വി ഹാവ് നോ ആൻസർ ഇൻ ദ ഫേസ് ഓഫ് ഡെത്ത്. എന്താണ് മരണം? സയൻസിന് പറയാൻ കഴിയില്ല. ശ്വാസോച്ഛ്വാസം നിലക്കുമ്പോൾ ആള് ഡെഡായി എന്നേ പറയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് നിലച്ചു? സയൻസിന് മറുപടിയില്ല. ഇനി അറ്റാക്കായി പോയ ഹൃദയം എന്തേ കുഴപ്പം? വേറെ ആൾക്ക് ഫിറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഹൃദയങ്ങൾ, എന്താ ഈ ആൾക്ക് അത് തിരിച്ചു കിട്ടുന്നില്ല? അത് മാത്രം ആലോചിച്ചാൽ പോരെ? ഇപ്പൊ എന്നോട് അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മുസ്ലിങ്ങൾ എന്തേ അവയവം പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്നില്ല എന്ന്. ഞാൻ അവിടെ വെച്ച് തന്നെ അതിനെ കൗണ്ടർ ചെയ്തു. ചോദിക്കുന്നത് കേട്ടാൽ വിചാരിക്കും മെഡിക്കൽ കോളേജ് അവർ കെട്ടിയതാണ് എന്ന്. കേരളത്തിൽ ഒരു മെഡിക്കൽ കോളേജ് നാസ്തികന്മാർ കെട്ടിയിട്ടില്ല. അത് മതസംഘടനകളും സമുദായ സംഘടനയും അധ്വാനിച്ച് കെട്ടിയ മെഡിക്കൽ കോളേജേ ഉള്ളൂ. ഇവർക്കും ഡൊണേറ്റ് ചെയ്യാൻ അവിടെ ഇന്നും സാധിക്കുന്നത് നമ്മളെ പാട്ടപ്പിരിവും ബക്കറ്റ് പിരിവും റമദാനിലുള്ള പിരിവൊക്കെ കൊണ്ടാണ്. ഇതൊക്കെ വെച്ചിട്ടാണ് അവകാശവാദം, നിങ്ങൾ എൻ്റെ ശരീരം ഡൊണേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു ശരീരം മരിക്കുമ്പോൾ അവയവദാനം ചെയ്യുമ്പോൾ നാസ്തികത ഇല്ലാതാവുന്നുണ്ട്.
ബാക്കി കാര്യം പിന്നെ ചർച്ച ചെയ്യാം. നാസ്തികത ഇല്ലാതാവുന്നത് ഇതുകൊണ്ടാണ്. വേറെ ആളിൽ പ്രവർത്തിക്കുന്ന ആക്റ്റീവാകുന്ന ഈ അവയവം മരിച്ച മനുഷ്യനിൽ എന്താ പ്രവർത്തിക്കാത്തത്? അതിൻ്റെ ഉത്തരം പറ. വേറെ ആളിൽ കണ്ണ് ഓക്കെയാ, വേറെ ആളിൽ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നു. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ 4.5 ലക്ഷം ഉറുപ്പിക കൊടുത്താൽ ബ്ലഡ് ഗ്രൂപ്പ് ഓക്കെ ആയാൽ വേറെ കിഡ്നി കിട്ടുന്നു, നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു. മരിച്ച കക്ഷി ഒരുപക്ഷെ മരണപ്പെട്ടിട്ടുണ്ടാവുക ഡയാലിസിസ് കുറെ ചെയ്തിട്ട് കിഡ്നി പോയിട്ടായിരിക്കാം. ആരും മരിക്കുക ഹാർട്ട് ഡെത്ത് എങ്കിൽ കൂടിയും. അപ്പൊ ഇവിടെ വാസ്തവത്തിൽ ഈ അവയവത്തിനപ്പുറത്ത് എന്തോ ഉണ്ട്. അത് സയൻസിനെ കൊണ്ട് പറയാൻ പറ്റുന്നില്ല. എൻ്റെ ചോദ്യം ഞാൻ അങ്ങനെയാണ് കൊണ്ടുപോയത്. സയൻസിനെ കൊണ്ട് ഭൗതികമായതിനപ്പുറത്തുള്ള നമ്മുടെ അനുഭവം തന്നെ, പരലോകമൊന്നും വേണ്ട. ജസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ ഇത് നോക്കൂ. ടെലിപ്പതിയെ സയൻസിനെ എങ്ങനെയാണ് നിർവചിക്കാൻ കഴിയുക? ഒരു നാടൻ ഉദാഹരണം. ഇവിടെയുള്ള ഒരാൾ ഗൾഫിൽ പോയി, നമ്മുടെയൊക്കെ അനുഭവമാണ്. ഗൾഫിൽ പോയി റൂമിൽ നിൽക്കുകയാണ്. പാകിസ്ഥാനിയായിട്ടുള്ള ഈജിപ്ഷ്യനായിട്ട് അടികൂടി. അവിടെ നിന്ന് അടികിട്ടുകയാണ്. അടികിട്ടുന്ന അതേ സമയത്ത് ഒരുപക്ഷെ വീട്ടിൽ കടന്നിറങ്ങുന്ന ഉമ്മ ഞെട്ടി എണീക്കുന്നുണ്ട്. എല്ലാവരും എണീക്കുന്നുണ്ട് എന്നല്ല, നാളെ അതും പറഞ്ഞ് കലാപം ഉണ്ടാക്കണ്ട ആരെങ്കിലും. അവിടെ പാകിസ്ഥാനിയുടെ അല്ലെങ്കിൽ ഈജിപ്ഷ്യന്റെ മിസ്രിയുടെ അടികിട്ടിയ അതേ സമയത്ത് ഇവിടെ കടന്നിറങ്ങുന്ന ഉമ്മ ഞെട്ടി എണീക്കുകയാണ്. ഒരുപക്ഷെ എണീക്കുന്നത് ഒരു കാട്ടുപോത്തിനെ സ്വപ്നം കണ്ടോ അല്ലെങ്കിൽ ഒരു ആനനെ സ്വപ്നം കണ്ടോ ഒക്കെ ആയിരിക്കും. അവിടെ മോന് കടികിട്ടുന്നു, ഉമ്മ ഞെട്ടി എണീക്കുന്നു. മോനുള്ളത് ദുബായിൽ, ഉമ്മ ഉള്ളത് കൊണ്ടോട്ടിയിൽ അല്ലെങ്കിൽ മഞ്ചേരിയിൽ. എന്താ കണക്ഷൻ? പിറ്റേന്ന് രാവിലെ ഉമ്മ ഫോൺ ചെയ്യും, മോനെ നിനക്കെന്താ പറ്റിയേ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. മോനെ ഉള്ളത് പറ, ഉമ്മാനോട് പറ. മോ 2 ദിവസം 3 ദിവസം നിഷേധിക്കും. ഒരാഴ്ച കഴിഞ്ഞാൽ പറയും, ഉമ്മ കഴിഞ്ഞ ആഴ്ച മിസ്രിയായിട്ട് അടിയുണ്ടേനും പാകിസ്ഥാനായിട്ട് അടിയുണ്ടേനും കുറച്ച് കേസിലാണ് ഉമ്മ തോർക്കണം. അപ്പോൾ ഉമ്മ പറയും, അതാ അന്ന് ഞാൻ എൻ്റെ ഉറക്കം തെളിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടേനും എന്തോ പറ്റിയിട്ടുണ്ടേനും. ഇത് എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യമല്ല. അവര് നാച്ചുറൽ സെലക്ഷനോ പിടികിട്ടാത്ത പ്രതിഭാസമെന്നോ നിഗൂഢത എന്നോ അല്ലെങ്കിൽ ഉത്തരം കിട്ടാതാകുമ്പം പുതിയ പതിപ്പുണ്ട് നിഗൂഢ സിദ്ധാന്തം എന്നോ എന്തോ പറയട്ടെ. പക്ഷെ ഇത് മനുഷ്യന്മാരുടെ അനുഭവമാണ്. നമ്മളൊരാളെ വിളിക്കുകയാണ്, ആള് പറയുകയാണ്, ഇതാ നിങ്ങളെ ഡയൽ ചെയ്തിട്ടേ ഉള്ളൂ, വിളിക്കണമെന്ന് കരുതുമ്പാണ് നിങ്ങളെ വിളിച്ചത്. ഇവിടെ ഡയൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഓർത്തിട്ടേ ഉള്ളൂ. 100 ആയുസ്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? സയൻസ് കൊണ്ട് പറയാൻ പറ്റില്ല. ഇപ്പൊ ശാരീരികമായ കാര്യം മാത്രമല്ല, മാനസികമായത്. എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ട്, നിഷേധിക്കാൻ പറ്റുമോ? എനിക്ക് നിങ്ങളോട് വെറുപ്പുണ്ട്, അല്ലെ ഇന്നാളുടെ വെറുപ്പുണ്ട്, നിഷേധിക്കാൻ പറ്റുമോ? എന്നാൽ മെറ്റീരിയലായി എംപിരിക്കലായി അനുഭവിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പൊ സയൻസ് എന്ന് പറയുന്നത് ചെറിയൊരു സാധനമാണ്, അത് വലിയൊരു സാധനമല്ല. ഈ വലിയ സാധനം എന്ന് പറയുന്നത് മനുഷ്യന്റെ മൊത്തം ജീവിതത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഹിയറിനെയും ഹിയറാഫ്റ്റിനെയും എല്ലാത്തിനെയും അഡ്രസ് ചെയ്യാൻ പറ്റിയ സമഗ്രമായ ഒരു മെത്തഡോളജി ആയിരിക്കണം. അത് അത്രത്തോളം സയൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇസ്ലാമിനെ നമ്മൾ സയൻസ് കൊണ്ട് എന്ത് ചെയ്യാത്തത്, സ്ഥാപിക്കാത്തത്. പിന്നെ ഈ പിതൃവ്യനും പൗത്രനും അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വഭാക്കാരാണ്. ഇവിടെ അത് എഴുതിയതാണ്. പിതൃവ്യനും പൗത്രനും അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വഭാക്കാരനാണ്. അതായത് ചോദിച്ച ആൾക്ക് എന്തായാലും മനസ്സിലാവുമല്ലോ. അതായത് മറ്റു എല്ലാവരെയും റദ്ദ് ചെയ്തുകൊണ്ട് പൗത്രൻ്റേത് പിതാമഹനും പിതാമഹൻ്റേത് പൗത്രനും എടുക്കും. നടുവിൽ പിതാവ് ഉണ്ടാവാൻ പാടില്ല എന്നേ ഉള്ളൂ. പക്ഷെ അവിടെ ഒരു അനീതി വരുന്നുണ്ട് എന്നുള്ള ഒരു ആരോപണം മതവിമർശകന്മാർ ഉന്നയിക്കാറുണ്ട്. എന്താണ് അനീതി എന്ന് ചോദിച്ചാൽ ഈ പൗത്രന് മക്കളുണ്ടെങ്കിലും പിതാമഹൻ അനന്തര സ്വത്ത് എടുക്കും. അതേസമയം പൗത്രന് പിതാമഹന്റെ അനന്തരം ഉണ്ടാവണമെങ്കിൽ ആ കണ്ടീഷൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവരുടെ
ആരോപണം. നമ്മളതിനെങ്ങനെയാണ്, അല്ലെങ്കിൽ ഇസ്ലാം അതിനെ എങ്ങനെയാണ് കാണുന്നത് എന്ന് ചോദിച്ചാൽ മനസ്സിലായില്ല. പിതാമഹന് ആരുണ്ട് ചോദിച്ച ആൾ, പിതാമഹന് മകനുണ്ട്. അതായത് പൗത്രന്റെ ആരായിരിക്കും? ബാപ്പയായിരിക്കും. ഉപ്പാപ്പാന്റെ മോൻ എന്ന് പറഞ്ഞാൽ മോന്റെ മോന്റെ ബാപ്പയായിരിക്കും. അപ്പൊ ബാപ്പയുണ്ടെങ്കിൽ ആർക്ക് കിട്ടൂല? ബാപ്പാന്റെ മോൻ, അതായത് ഉപ്പാപ്പാന്റെ പിതാമഹന്റെ മോന്റെ മോന് കിട്ടൂല. അതേസമയം പൗത്രൻ, മോന്റെ മോൻ, മോന്റെ മോനിക്ക് ആരുണ്ട് എന്ന് കുട്ടിക്കോ? ആരുണ്ട്? മക്കളുണ്ട്. എന്നാലും ആർക്ക് കിട്ടും? പിതാമഹന് കിട്ടും. അവിടെ പ്രത്യക്ഷത്തിൽ അനീതി ഉണ്ട്, ഉറപ്പല്ലേ? പിതാമഹന് മകനുണ്ടെങ്കിൽ പൗത്രന് കിട്ടൂല. അതേസമയം പൗത്രന് മക്കളുണ്ടായാലും ആർക്ക് കിട്ടും? പിതാമഹന് കിട്ടും. പ്രത്യക്ഷത്തിൽ ആ സെന്റൻസ് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും പൗത്രനോട് ചെയ്യുന്ന അനീതിയാണത്. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. എഴുതിയ ചോദ്യമാണ്. നിങ്ങളുടെ നാട്ടിൽ വല്യപ്പ അല്ലേ? വല്യപ്പയും അപ്പൊ പിന്നെ പേരക്കുട്ടി എന്ന് പറയാ, വല്യപ്പയും പേരക്കുട്ടിയും, അതാണ് ഇവിടെയുള്ള രണ്ട് കഥാപാത്രങ്ങൾ. ഇവിടെ പേരക്കുട്ടിക്ക് കുട്ടിയുണ്ടെങ്കിലും ഈ പേരക്കുട്ടിക്ക് ബാപ്പയില്ലെങ്കിൽ ആർക്ക് അനന്തര സ്വത്ത് കിട്ടും? പേരക്കുട്ടീൻ്റെത് വല്യാപ്പാക്ക് അനന്തര സ്വത്ത് കിട്ടും. അതേസമയം വല്യാപ്പാന്റെ കുട്ടി എന്ന് പറഞ്ഞാൽ ഈ പേരക്കുട്ടീൻ്റെ പാപ്പ ഉണ്ടെങ്കിൽ വല്യാപ്പാന്റെ സ്വത്ത് ആർക്ക് കിട്ടൂല? പേരക്കുട്ടി കിട്ടൂല. ഈ പറഞ്ഞതിൽ തന്നെ അവിടെ സംശയത്തിന് വകുപ്പില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എന്തുകൊണ്ടാ? വല്യാപ്പാന്റെ കുട്ടി, അതായത് പേരക്കുട്ടീന്റെ വാപ്പണ്ട, പിന്നെ ആർക്ക് കിട്ടരുത്? പേരക്കുട്ടിക്ക് കിട്ടരുതല്ലോ. അതേസമയം അപ്പൊ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, പേരക്കുട്ടിക്ക് കുട്ടിയുണ്ടെങ്കിലും വല്യാപ്പാക്ക് കിട്ടുന്നുണ്ടല്ലോ, അതേത് വകയിലാണ്? അതേത് വകയിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേരക്കുട്ടിയുടെ വാപ്പാക്ക് കിട്ടേണ്ട സ്വത്താണ് ആർക്ക് കിട്ടുന്നത്? പിതാമഹന് കിട്ടുന്നത്. ഈ പേരക്കുട്ടിയുടെ വാപ്പാക്ക് പേരക്കുട്ടിക്ക് കുട്ടിയുണ്ടെങ്കിലും 6-1 കിട്ടും. ആ 6-1 എന്താവുകയാണ്? വാപ്പ മരിച്ചത് കൊണ്ട് വാപ്പാൻ്റെ എങ്ങോട്ടേക്ക് പോവുകയാണ്? വല്യപ്പാക്ക് പോവുകയാണ്. ഇതാണ് അതിൻ്റെ കർമ്മശാസ്ത്ര നിയമം. ലോജിക്കലി നമുക്ക് ഇങ്ങനെ ചിന്തിച്ചാൽ മതി, വാപ്പയും പേരക്കുട്ടിയും ആരെ സ്വത്താ? വല്യാപ്പാന്റെ സ്വത്താണ്. അതേസമയം വല്യാപ്പ വാപ്പാന്റെ എന്നെ സ്വത്തല്ല, എന്നിട്ടല്ലേ പേരക്കുട്ടീൻ്റെ സ്വത്താവുക? കത്തിക്കില്ല. നമ്മള് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണോ? ഈ പേരക്കുട്ടിക്ക് ഉള്ള സ്വത്താണല്ലോ ഇവിടുത്തെ തർക്ക വിഷയം. പേരക്കുട്ടിയുടേതാണ് സ്വത്ത്. ഉണ്ടാക്കിയ ആൾ പേരക്കുട്ടിയാണ്. ഈ പേരക്കുട്ടീനെ ഉണ്ടാക്കിയതാരാ? വാപ്പ എന്ന് പറഞ്ഞാൽ വല്യാപ്പാന്റെ മോൻ. ചുരുക്കി പറഞ്ഞാൽ ഈ പേരക്കുട്ടിയുടെ സ്വത്ത് മാത്രമല്ല, പേരക്കുട്ടിയും പേരക്കുട്ടീൻ്റെ വാപ്പയും ആരുടെ സ്വത്താ? വല്യാപ്പാന്റെ സ്വത്താ. ഇനി തിരിച്ചു ചിന്തിച്ച വല്യാപ്പ ഒരിക്കലും വാപ്പാന്റെ തന്നെ സ്വത്തല്ല, പേരക്കുട്ടീൻ്റെത് ഏതായാലുമല്ല. അപ്പൊ വാപ്പാക്കും പേരക്കുട്ടിക്കും അവകാശപ്പെട്ടതിൽ കുറച്ച് കോമൺലി ചിന്തിച്ചാൽ തന്നെ ആർക്ക് കിട്ടും? വല്യാപ്പാക്ക് കിട്ടണം. എന്നാൽ വല്യാപ്പാന്റെ മൊത്തം ആർക്ക് കിട്ടുകയില്ല? പേരക്കുട്ടിക്ക് കിട്ടുകയില്ല. ഇതാണ് അതിൻ്റെ ഒരു ലോജിക്ക്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇത്രയും സൂക്ഷ്മമായി ഇറങ്ങിപ്പോയി ഇസ്ലാമിനെ അനന്തരദായക്രമത്തെ വിമർശിക്കുന്ന ആളുകൾ ചില കാര്യങ്ങൾ പരിശോധിക്കുന്നുമില്ല. ഇപ്പോഴും കേരളത്തിലുള്ള ഒരു കേസാണ് മകന്റെ സ്വത്തിൽ, മകൻ മരിച്ചിട്ട് ആ സ്വത്തിന് അവകാശം ചോദിച്ച് കോടതി കയറുന്ന അമ്മയുടെ സ്വത്ത്. എൻ്റെ മോൻ്റെ സ്വത്തിൽ എനിക്ക് അവകാശം വേണമെന്ന് പറഞ്ഞിട്ട് കോടതി കയറുന്ന അമ്മയുടെ കഥ ഇപ്പോഴും കേരളത്തിലുണ്ട്. അതേസമയം ലോകത്ത് ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രം ഖുർആനികമായും കർമ്മശാസ്ത്രപരമായും മരിച്ച കുട്ടിയുടെ മകൻ്റെ സ്വത്തിൽ ഉമ്മാക്ക് വിഹിതമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുക